നീ നിന്ന് മോങ്ങാതെ നീ നിന്റെ വീട്ടിൽ പോവാൻ നോക്ക്. നീ നിന്റെ വീടത്തിൽ തന്നെ വിളിച്ചാൽ മതി. ബാക്കി ലച്ചുമായിട്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിലൊന്നും കയറി ഇടപെടല്ലേ. അവളുടെ അമ്മായിയമ്മ ഇതിനൊക്കെ കൂട്ട് നിൽക്കുന്നുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ട്, പുള്ളിയുടെ നമ്പർ അയച്ചു തരാം. നീ പുള്ളിനെ വിളിച്ച് ഒരു ഡിവോഴ്സ് കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യൂ. അപ്പൊ ചേച്ചി ഇത് ഡിവോഴ്സ് ആക്കിയിട്ടേ അടങ്ങും. ചേട്ടാ ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരണം? ഇത് വലിയൊരു വള്ളിയായി തീരും. ലച്ചു ഒരു വലിയ വള്ളി പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും അവസാനം ലച്ചു തന്നെ പണിയാവുന്ന രീതിയിലാണ് പ്രൊമോ തീരുന്നത്. ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബാക്കിയുള്ളവരുടെ കുടുംബകാര്യത്തിലേക്ക് ചെന്ന് ഇടപെട്ടിട്ട് അവര് രണ്ടുപേരോടെ വന്ന് നിൽപ്പുണ്ട്. എന്തായാലും ലച്ചുവിന് ഒരു അടിപൊളി പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അവസാനം സിദ്ധു തന്നെ ചേർന്ന് അത് സോൾവ് ചെയ്യേണ്ടി വരും. പാവം സിദ്ധു ഒന്നും അറിയാതില്ല ഈ കാര്യത്തിൽ കയറി ഇടപെടേണ്ടി വരും. ലച്ചു ഒപ്പിച്ചിരിക്കുന്ന പണിയൊക്കെ എല്ലാ കാരണം അല്ലെങ്കിൽ ഒരു മെയിനായിട്ട് അത് സോൾവ് ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്ന നമ്മുടെ സിദ്ധുവിനാണ്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിട്ട് തന്നെ വരുമെന്ന് തോന്നുന്നു. നല്ലൊരു പ്ലോട്ട് തന്നെ ഉണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന എപ്പിസോഡുകളെല്ലാം കിടിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ഇന്നത്തെ നല്ല രസകരമായിട്ടൊരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. കഴിഞ്ഞ എപ്പിസോഡ് ഭയങ്കര രീതിയിൽ എനിക്ക് വർക്കായിരുന്നു. ആ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു പരിപാടി ശിവാനിയൊക്കെ ഉണ്ടായിരുന്നു. ഈ എപ്പിസോഡ് ശിവാനി ഇല്ല. എന്തായാലും